നമസ്കാരം. മുഖ്യമന്ത്രി വി ഡി സതീശനെ സാമൂഹിക മാധ്യമങ്ങളുടെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ സർക്കാർ സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്ത നടപടി മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് പിൻവലിക്കാൻ നിർദ്ദേശം. തിരുവനന്തപുരം ആറ്റിങ്ങൽ ഗവൺമെന്റ് ബോയ്സ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലായ എസ് ജവാദിനെതിരെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സ്വീകരിച്ച അടിയന്തര അച്ചടക്ക നടപടിയാണ് മണിക്കൂറുകൾക്കകം റദ്ദാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. ഈ മാസം 31-ന് സർവീസിൽ നിന്ന് വിരമിക്കാൻ വെറും 2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് പ്രിൻസിപ്പലിന് സസ്പെൻഷൻ ലഭിച്ചത്. മുഖ്യമന്ത്രിയുടെ ചിത്രവും പോസ്റ്റുകളും ഉപയോഗിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കുകയും അപമാനിക്കുകയും ചെയ്തുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. സാമൂഹിക മാധ്യമങ്ങളുടെ വ്യക്തികളെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുന്നത് കൃത്യമായ ചട്ടലംഘനമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു വകുപ്പ് തല അന്വേഷണത്തിന് ശേഷമുള്ള അടിയന്തര ഉത്തരവ്. എന്നാൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസോ നേരിട്ട് യാതൊരുവിധ പരാതിയും നൽകിയിരുന്നില്ല. പുറമേ നിന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് നടപടിയിലേക്ക് കടന്നത്. വി ഡി സതീശൻ നേരിട്ട് ഇടപെട്ടാണ് ഇത്തരം ഒരു നടപടിക്ക് മുൻപിൽ നിന്നതെന്ന ഒരു ആഹ്വാനം ഒക്കെ ഉണ്ടായിരുന്നു സാമൂഹിക മാധ്യമത്തിൽ. എന്നാൽ അത് ശരിയല്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. വി ഡി സതീശനെ അപമാനിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ അദ്ദേഹത്തിന്റെ സ്വന്തം വോളിൽ ഇടുകയായിരുന്നു ഫേസ്ബുക്കിൽ. ഇതുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് നടപടിയെടുത്തത്. അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് തന്നെയാണ് ഔദ്യോഗികമായി അറിയാൻ സാധിക്കുന്നതിലും. വിദ്യാഭ്യാസ വകുപ്പ് നടപടിയിലേക്ക് കടക്കുകയായിരുന്നു. അധ്യാപകൻ വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സാഹചര്യം കൂടി മാനുഷിക പരിഗണനയോടെ വിലയിരുത്തിയാണ് സസ്പെൻഷൻ നടപടി അടിയന്തരമായി പിൻവലിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇടപെട്ടാണ് അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്യുന്ന വാർത്തകൾ വന്നപ്പോൾ തന്നെ മുണ്ടെടുത്ത പിണറായിയാണോ വി ഡി സതീശൻ എന്ന ചോദ്യം ഉയർന്നിരുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. അത് ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് നൽകുന്ന അവകാശമാണ്. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന് എന്തിനാണ് ഒരാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന ചോദ്യം ഉയർന്നിരുന്നു. എന്തായാലും നമുക്കിപ്പോൾ മനസ്സിലാവുന്ന എന്തായാലും വി ഡി സതീശൻ ഇടപെട്ടുകൊണ്ട് തന്നെ തനിക്കെതിരെ ഉയർന്ന ആ പോസ്റ്റർ പ്രചരണത്തിന് ആരാണോ പോസ്റ്റ് ചെയ്തത് അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ആ തീരുമാനത്തെ പിൻവലിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണെന്നുള്ളതാണ്. സമാന വിഷയത്തിൽ മുൻപ് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നു. തന്റെ മുഖം നഗ്നനായ ഒരു വ്യക്തിയുടെ ചിത്രത്തിനൊപ്പം മോർഫ് ചെയ്ത് സാമൂഹിക മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതിനാണ് മുൻപ് ഒരു KSRTC ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചിരുന്നു. ഇത്തരം മോശം പ്രവൃത്തികൾ സമൂഹത്തിൽ ഒരു കാരണവശാലും ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും സൈബർ ആക്രമണങ്ങൾക്കെതിരെ കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നെങ്കിലും വിരമിക്കൽ പ്രായത്തിലെത്തിയ ഒരു അധ്യാപകന്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ നിർദ്ദേശിച്ചതിലൂടെ കടുത്ത നടപടികളിൽ ഇളവ് വരുത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ നാട്ടിൽ ആരെയും വിമർശിക്കാം. അതിൽ മുഖ്യമന്ത്രിയെന്നോ മന്ത്രിയെന്നോ ഒരു ജനപ്രതിനിധിയെന്നോ ഒരു സാധാരണക്കാരെന്നോ വ്യത്യാസമില്ല. പക്ഷേ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ വിമർശനം സക്രിയമായിരിക്കണം. ആശയങ്ങൾ മേലായിരിക്കണം വിമർശനം ഉണ്ടാകുന്നത്. വ്യക്തിയെ അധിക്ഷേപിക്കുന്ന അവഹേളിക്കുന്ന അവൻ്റെ അടിസ്ഥാനപരമായ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിരിക്കരുത് വിമർശനം എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇടപെട്ടുകൊണ്ട് അധ്യാപകനെതിരായി വിദ്യാഭ്യാസ വകുപ്പെടുത്ത നടപടി അത് സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.